എടാ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് ബോറടിച്ചോ? എടാ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ കണ്ണട അവിടെ വെച്ചു, അയിമ പോയിരുന്നു, കണ്ണട ടൂട്ടാ ഹുവാ. നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കുക, വെള്ളമൊക്കെ കുടിച്ച് ശ്വാസമൊക്കെ വിട്ടിട്ട് എന്താക്കുക, ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്ക് ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്തൊരു സാധനമാണ്. എന്ത്? കേട്ടോളൂ. 4 quadrants and sign convention. പേടിക്കണ്ട, ഞാൻ എന്താക്കും, സെറ്റാക്കി തരും. അത് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഈ 4 quadrants and sign convention എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ എന്താണെന്ന് കേട്ടില്ലോ? ഇല്ല, കേട്ടില്ല. നമ്മളൊരു എക്സ് ആക്സിസ് വരക്കുന്നു, വൈ ആക്സിസ് വരക്കുന്നു. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഈ ആക്സിസ് ഈ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിൻ ഇല്ലേ, ഈ 2 dimensional പ്ലെയിൻ, ഈ പ്രതലം, അതാണ് എന്താടാ അതാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ. ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ എത്ര ക്വാഡ്രന്റ് ആക്കി ഇതിനെ തിരിക്കുന്നുണ്ട് നോക്കിക്കോ. 1 2 3 and 4, 4 ക്വാഡ്രന്റ് ആക്കി തിരിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുക? ആംഗിൾസിനെ റെപ്രസെന്റ് ചെയ്യുക. ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഏകദേശം ഇതൊരു ലെറ്റ് ഇറ്റ് ബി ഒരു 130 ഡിഗ്രിയാന്ന് വെച്ചോ. ഇതേത് ക്വാഡ്രന്റിലാ വരിക? സെക്കൻഡില്. അടുത്തെന്താ ഒരു 45 ഡിഗ്രിയാന്ന് വെച്ചോ. എന്ന് വെച്ചാൽ ഇവിടുന്നാ വരക്കും, നമ്മൾ ഇവിടുന്നാ തുടങ്ങുക. എത്രയാ? 45 ആണെങ്കിൽ ഇങ്ങനെ 45. ഇതേത് ക്വാഡ്രന്റിലാ വരിക? ഫസ്റ്റ് ക്വാഡ്രന്റ്. അങ്ങനെയാണ് നമ്മൾ എന്താക്കുക, ആംഗിൾസിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഈ ഓരോ ക്വാഡ്രന്റിലും ഈ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ എടുക്കണം. അതെന്താന്ന് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇതാണ് എ, ഇതാണ് എസ്, ഇത് ട്രിക്കാട്ടോ. ഇവിടാണ് ടി, ഇതാണ് സി. എ എസ് ടി സി. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എ, സെക്കൻഡ് ക്വാഡ്രന്റ് എസ്, തേർഡ് ക്വാഡ്രന്റ് ടി, ഫോർത്ത് ക്വാഡ്രന്റ് സി. എ എസ് ടി സി. ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച എടുക്കാം, നമുക്ക് മനസ്സിലാവും. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റിൻ്റെ അകത്ത് ഓൾ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ് ആയിരിക്കും. എന്താ പോസിറ്റീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ടാൻ ആൻഡ് കോട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ഇവിടെ സി എന്ന് വെച്ചാൽ എന്താ? കോസ് ആൻഡ് സീക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിൽ നിങ്ങൾ എന്താക്കണ്ട, ഇപ്പം അധികം ബോധോടണ്ട. സൈൻ ഇതാ എ എസ് ടി സി, ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടി ഫോർ ടാൻ പോസിറ്റീവ്, സി ഫോർ കോസ് പോസിറ്റീവ്. ഇതെങ്ങനെ ഇതിനെ ഓർത്തെടുക്കാന്ന് വെച്ചാൽ ഒരു ട്രിക്ക് ഉണ്ട്. ആഡ് sugar to coffee. Add sugar to coffee. Add sugar to coffee. ASTC. Add sugar to coffee. ഞാൻ എങ്ങനെ ആലോചിക്കില്ലെന്ന് വെച്ചാൽ STC അത്രേ ഉള്ളൂ. STC അങ്ങനെ പറഞ്ഞങ്ങ് ആലോചിക്കില്ല. ഞാൻ ഇങ്ങനത്തെ ട്രിക്ക് ഒന്നും ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് എന്താക്കാം, വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ASTC സെറ്റല്ലേ? ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഓരോ ക്വാഡ്രന്റിനെ എന്താക്കാം, ഒന്ന് ജനറലൈസ് ചെയ്യാം. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഈ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാല്, ഈ 90 മൈനസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ വരിക എന്ന് വെച്ചാൽ ഇതാണ് എന്ത്? 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി കുറവ് തീറ്റ എന്നൊക്കെ വരുമ്പോൾ ഈ ആംഗിളിലല്ലേ, ഈ ഇവിടെ അല്ലേ വരിക? ഇതാ 90 കുറക്കണം 45 എന്ന് വെച്ചാൽ 45 ആംഗിൾ. 90 കുറക്കണം 70 എന്ന് വെച്ചാൽ എന്താ? 20 ഡിഗ്രി. അതൊക്കെ എവിടെയാ വരിക? ഈ ക്വാഡ്രന്റിലല്ലേ വരിക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഇതാ ഇത് 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് വെച്ചാൽ ഒരു തീറ്റ നമുക്ക് ഒരു 20 ഡിഗ്രി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്താ ഒരു 70 ഡിഗ്രി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി ആയിട്ടൊക്കെ എടുക്കാം. എന്ന് വെച്ചാൽ 90 കുറക്കണം. 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ 90 തീറ്റ ഇവിടെ 20 ആയിട്ട് എടുത്താൽ 20. അത് കിട്ടുക 70 ഡിഗ്രി. 70 ഡിഗ്രി എവിടെയാ വരിക? ഇങ്ങനെ നോക്കുമ്പോൾ 70 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു ഇത്ര അല്ലേ വരിക? അതാണ് 70 ഡിഗ്രി. അതെവിടെയാ വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതെന്താ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത 90 പ്ലസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ തന്നെ 90 കൂട്ടണം ഒരു 70, അല്ല നമുക്ക് എത്ര എടുക്കാം? 20 എടുക്കാം. എന്ന് വെച്ചാൽ എത്രയാ? 110 ഡിഗ്രി. 110 ഡിഗ്രി എന്ന് വെച്ചാൽ എവിടെയാ വരിക? ഇവിടെയാ വരിക. മനസ്സിലായെങ്കിൽ ഇതാ 110 എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുക, ഇങ്ങനെ എടുക്കുക. എത്രയാ? 110 ഡിഗ്രി ആണെന്ന് കൂട്ടിക്കോ. അപ്പോൾ എവിടെയാ വരിക? സെക്കൻഡ് ക്വാഡ്രന്റ്. അല്ലെങ്കിൽ എന്താ പറയുക, 90 കൂട്ടണം 70. 70 എത്രയാ വരിക? 160. 160 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ വരിക? ഇത് ടോട്ടൽ എന്താ? 150 ആണ്. അപ്പൊ ഇവിടുന്ന് മുതൽ 160 എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ വരും.
അതെന്താ 160 ഡിഗ്രിയാ. 160 ഡിഗ്രി എവിടെയാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ 90 പ്ലസ് തീറ്റ സ്വതവേ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? എവിടെയാ വരുന്നത്? സെക്കൻഡിൽ. ഓക്കെ ആണോ? ഓക്കെ. എടാ അടുത്തത് ഒന്ന് മയച്ചോട്ടെ ഞാൻ. ടെസ്റ്റർ ഉണ്ട്, നല്ല വൃത്തിക്ക് പോകുന്നില്ലടാ, അതുകൊണ്ടാട്ടോ. ഓക്കെ, അടുത്ത എന്തുവാ? 270 മൈനസ് തീറ്റ. നമുക്ക് നോക്കാം, ഇതൊന്നും പേടിക്കണ്ട. 270 എന്ന് വെച്ചാൽ ഏത് ആംഗിൾ വരുവാ? ഇത് 90, ഇതും 90. അപ്പൊ 90 കൂട്ടി ഇത് മൊത്തത്തിൽ 180. 180ന്റെ കൂടി 90 കൂടി കൂട്ടിയാണല്ലോ 270 കിട്ടുക. ഇതാ 180 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 270. 270 വരുവാ? ആണ്. അപ്പോൾ അതെത്രയാ? 180. ഇതാ 180 പ്ലസ്, ഞാൻ പറഞ്ഞു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 180 പ്ലസ് 90 270 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ, ഇതാ ഈ ആംഗിൾ ആണ് എന്ത്? 270 ഡിഗ്രി. ഈ 270 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എവിടെയാ വരിക? ഇവിടെ. അതേതാ ക്വാഡ്രന്റ്? ഏതാ ക്വാഡ്രന്റ്? തേർഡ്. ഇതിങ്ങനെ മനസ്സിലാക്കട്ടോ. സാറന്മാരൊന്നും ഇങ്ങനെ പറഞ്ഞു തരത്തില്ല, എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ബട്ട് നിങ്ങൾ എന്താക്കുക? മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് 270 പ്ലസ് തീറ്റ എന്തുവാ? 270. ഇത് 270 പ്ലസ് തീറ്റ എന്തുവാ? 270 പ്ലസ് ഇത് തീറ്റ. ഇത് 270 മൊത്തത്തിൽ. അത് പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എവിടെയാ വരുക? 270 എന്ത് ഇവിടുത്തോളം വരെ 270 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എവിടെയാ വരുക? ഇത് തീറ്റ ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര തീറ്റ കൊടുത്താലും അതെവിടെയാ വരുക? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ 270 പ്ലസ് തീറ്റ എവിടെയാ വരുക? ഫോർത്ത് ക്വാഡ്രന്റ്. ഇതുവരെ ഓക്കെ ആയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ലോ? ഒന്നുകൂടി ബാക്ക് അടിച്ച് കേൾക്കുക. ഇത് എവിടെയാ വരിക എന്ന് ജസ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വരുന്ന സൈനിന്റെ വാല്യൂസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോ നമ്മൾ കണ്ട് എങ്ങനെ സൈൻ 90 പ്ലസ് തീറ്റ അല്ല 90 മൈനസ് തീറ്റ എന്ന് കണ്ട്. അപ്പോ അല്ലെങ്കിൽ ഇവിടെ സൈൻ 90 പ്ലസ് തീറ്റ എന്ന് കണ്ട്, അല്ലെ നിങ്ങൾ സൈൻ 270 മൈനസ് തീറ്റ എന്ന് കണ്ട്, മൈനസ് തീറ്റ. അല്ലെങ്കിൽ ഇവിടെ സൈൻ 270 പ്ലസ് തീറ്റ എന്ന് നിങ്ങൾ എവിടെ കണ്ട്? ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താക്കണം? സൈനെ നിങ്ങൾ കോസ് ആക്കണം, അല്ലെങ്കിൽ കോസിനെ നിങ്ങൾ എന്താക്കണം? സൈൻ ആക്കണം, അല്ലെങ്കിൽ എന്താക്കണം? ടാനെ നിങ്ങൾ എന്താക്കണം? കോട്ട് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 മൈനസ് തീറ്റ 90 പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ 270 പ്ലസ് തീറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം? ഇതിന്റെ സാധനത്തിന് ഉൾട്ടാ കരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? കോസ് തീറ്റ എന്നാവും. ബട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണ്ടേ? ഈ സൈൻ 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എവിടെയാ വരിക? ഫസ്റ്റ് ക്വാഡ്രന്റിലാ വരിക. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റില്ലാത്ത എന്താണ്? ഓൾ പോസിറ്റീവ് ആണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് സൈനും പോസിറ്റീവാ, കോസും പോസിറ്റീവാ, ടാനും പോസിറ്റീവാ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പ്ലസ് ഇവിടെ ഇടണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നറിയാം, ഞാൻ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അടുത്ത നമ്മൾ നോക്കാം എന്താ? കോസ് 90 മൈനസ് തീറ്റ എന്ന് നിങ്ങൾ കണ്ട്. ഞാൻ പറഞ്ഞു എന്ത് 90 മൈനസ് തീറ്റ എന്ന് കണ്ടു കഴിഞ്ഞാലും എന്താക്കണം? അതിന്റെ സൈനിന്റെ സാധനത്തിന്റെ ഓപ്പോസിറ്റ് ആക്കണം. കോസിന്റെ എന്താ? നമ്മൾ എന്താകും? സൈൻ എന്താകും? തീറ്റയാവും. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയാവും. ബട്ട് നമ്മൾ എന്തും കൂടി നോക്കണം, അത് ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളതെന്ന് വിചാരിക്കണം. 90 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെയും പോസിറ്റീവ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്ത എന്താവും? ഞാൻ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പറയുമ്പോൾ മൊത്തത്തിൽ മനസ്സിലാവും. അടുത്തെന്താ? ടാൻ 90 മൈനസ് തീറ്റ. അതെന്താവും? ടാൻ എന്താവും? ഞാൻ നിങ്ങളോട് പറഞ്ഞേ എന്താവും? കോട്ടാവും. കോട്ട് എന്താ? 90 മൈനസ് തീറ്റ ഇവിടെ വെറും കോട്ട് തീറ്റയാവും. മനസ്സിലായോ? ബട്ട് നമ്മൾ എന്ത് നോക്കണം? ടാൻ 90 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലാകുമ്പോൾ ഓൾ പോസിറ്റീവ്. അതുകൊണ്ട് എന്താണ്? ഇതും പോസിറ്റീവ്. ഓക്കെ ആയോ? ഓക്കെ ആയില്ല എന്നറിയാം. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാവും. അടുത്ത സൈൻ 90 പ്ലസ് തീറ്റ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സൈൻ 90 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാഡ്രന്റാ. 90 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാലും എന്താക്കണം? നമ്മൾ ഇതിനെ ഉൾട്ടാക്കറിയണം. എന്താ ഉൾട്ട? സൈൻ്റെ ഉൾട്ട എന്താ? കോസ് തീറ്റയാവും. ഓക്കെ, ഇനി 90 പ്ലസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റാ. ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ത് മാത്രം പോസിറ്റീവ്? സൈന് മാത്രം പോസിറ്റീവ്. അപ്പൊ സൈന് മാറുമ്പോൾ ഇവിടെ സൈനായിട്ടാ നോക്കേണ്ടത്. എന്ത് പോസിറ്റീവ്? സൈന് പോസിറ്റീവ്. അതുകൊണ്ട് എന്താ ഇവിടെ പോസിറ്റീവ്. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് കോസ് 90 പ്ലസ് തീറ്റ. ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഓക്കെ, കോസ് 90 പ്ലസ് തീറ്റ ഉണ്ടാകും. നമ്മൾ എന്താക്കണം? അതിന്റെ ഉൾട്ട കരയണം. ഓക്കെ, അപ്പൊ എന്താ? സൈൻ തീറ്റ. ഓക്കെ ആണോ? അത് അവിടെ വെക്കുക.
അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കോസ് 90 പ്ലസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ്. കോസ് ഇവിടെ നോക്ക്, ഇവിടെ എന്താ സൈന് മാത്രമല്ലേ പോസിറ്റീവ്, കോസ് പോസിറ്റീവ് ആണോ? അല്ല. അപ്പൊ എന്താക്കണം, ബാക്കിയൊക്കെ ഇവിടെ എന്താക്കണം, ഒരു നെഗറ്റീവ് സൈൻ ഇടണം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല? ഈ കോസ് 90 പ്ലസ് തീറ്റ നമുക്ക് എന്താക്കണം, ഒരു സൈനിലേക്ക് കോസ് 90 പ്ലസ് തീറ്റ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. കോസ് 90 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ 90 പ്ലസ് തീറ്റ 90 മൈനസ് തീറ്റ 270 മൈനസ് തീറ്റ 270 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം, നമ്മൾ മാറ്റണം. അതിന്റെ ഉൾട്ട എടുക്കണം, എന്ന് വെച്ചാൽ അതിന്റെ മറ്റേ സാധനം എടുക്കണം. സൈൻ ആണേ കോസ്, കോസ് ആണേ സൈന്, ടാൻ ആണേ കോട്ട്. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, 90 പ്ലസ് തീറ്റ കണ്ടു, അപ്പൊ മാറ്റണം, നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താക്കും, കോസിന്റെ സൈന് നമ്മൾ ഇട്ട്. ഈ 90 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പോൾ എന്താക്കണം, സെക്കൻഡ് ക്വാർട്ടറിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കണം. സെക്കൻഡ് ക്വാർട്ടറിൽ സൈന് മാത്രം പോസിറ്റീവ്, കോസ് നെഗറ്റീവാ. അപ്പൊ സൈൻ എന്താ? അപ്പൊ കോസ്, ഇവിടെ കോസ് നെഗറ്റീവാ. അപ്പൊ എന്താക്കണം, നെഗറ്റീവ് സൈൻ ഇടണം. മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ കൂടി പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. അടുത്ത ടാൻ 90 പ്ലസ് തീറ്റ. ഓക്കെ, 90 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ടാൻ എന്താവും, കോട്ടാവും, കോട്ട് തീറ്റയാവും. ഓക്കെ, ഇതിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഈ ടാന് ഇതേത് ക്വാഡ്രന്റാ? 90 പ്ലസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ ടാൻ എന്താ? നെഗറ്റീവാ. എന്തിടണം? നെഗറ്റീവ് ഇടണം. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ഇതുപോലെ തന്നെ നോക്കിക്കോ, സൈൻ 270 മൈനസ് തീറ്റ. ഞാൻ പറഞ്ഞു 270 മൈനസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം, മാറ്റണം. എന്താവും? കോസ് തീറ്റയാവും. അടുത്ത 270 മൈനസ് തീറ്റ തേർഡ് ക്വാഡ്രന്റാ. 270 മൈനസ് തീറ്റ എന്താ? തേർഡ് ക്വാഡ്രന്റാ. തേർഡ് ക്വാഡ്രന്റിനകത്ത് ടാന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത നിങ്ങൾ എന്ന് കൊടുത്തോ, കോസ് 270 മൈനസ് തീറ്റ. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞ പോലെ കോസ് ആണ് 270 മൈനസ് തീറ്റ ആണെങ്കിൽ എന്താക്കണം, മാറ്റണം. അതെന്തായി? സൈൻ തീറ്റയായി. ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അടുത്ത കോസ് 270 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് അകത്ത് കോസ് പോസിറ്റീവ് ആണോ? അല്ല, ടാന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ എന്താവും? ഇവിടെ എന്താവും? നെഗറ്റീവ് വരും. മനസ്സിലായോ? മനസ്സിലായി. അടുത്തെന്താ? ടാൻ 270 മൈനസ് തീറ്റ. ഇപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ പിടിവിട്ടു. എന്തുവാ 270 മൈനസ് തീറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ടാനിനെ മാറ്റണം. അതെന്താവും? കോട്ട് തീറ്റയാവും. ഓക്കെ, അതങ്ങനെ ആവും. അതെന്താണെന്ന് ചോദിക്കരുത്, അതങ്ങനെ ആവും. അടുത്ത 270 മൈനസ് തീറ്റ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് അകത്ത് എന്താ? ടാൻ എന്താ? പോസിറ്റീവാ. സിമ്പിൾ. അടുത്ത നിങ്ങൾ പറയും, ഇത് ഞാൻ പറഞ്ഞു തരും, ബാക്കി രണ്ടും നിങ്ങൾ പറയും. ഓക്കെ, അടുത്ത 270 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം? ഞാൻ പറഞ്ഞു മാറ്റണം. ഓക്കെ, മാറ്റിക്കോ. സൈൻ എന്താവും? കോസ് തീറ്റയാവും. അടുത്ത സൈന് 270 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റ് അകത്ത് കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. നമ്മൾ പഠിച്ചു ASTZ റൂൾ പഠിച്ചു. ഇവിടെ കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കോസ് പോസിറ്റീവ് ആണ്. നമ്മളത് സൈനാണ്, സൈനെയാണ് മാറ്റിയത്. അപ്പൊ സൈൻ ഇവിടെ എന്തുവാ? നെഗറ്റീവ്. അപ്പൊ എന്തുവാ? നെഗറ്റീവ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അടുത്ത നിങ്ങൾ പറയും, കോസ് 270 പ്ലസ് തീറ്റ നിങ്ങൾ പറയും, ടാൻ 270 പ്ലസ് തീറ്റ നിങ്ങൾ പറയും. ഇതെന്തുവാ? ഇത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുക, ഇത് ബി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക? എയും ബി എന്ന് പറഞ്ഞ് കമന്റ് ഇടൂലേ? ഇട്. ഇനി ഞാൻ വേണേ പറഞ്ഞുതരാം. പോസി ചെയ്ത് നോക്ക്. ശരിയായില്ലോ ഒന്ന് നോക്കണ്ടേ? ചെയ്ത് നോക്കടാ, ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് പോസി. അടി. ഇതാ അടുത്ത കോസ് 270 പ്ലസ് തീറ്റ ആട്ടോ ഇവിടെ പറയുന്നത്. കോസ് എന്താ? 270 പ്ലസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താക്കണം? മാറ്റണം. അതെന്താവും? സൈൻ തീറ്റയാവും. അടുത്ത കോസ് 270 പ്ലസ് തീറ്റ ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരിക. അവിടെ കോസ് എന്തുവാ? പോസിറ്റീവാ. അപ്പൊ അതെന്താ? പോസിറ്റീവ് സൈൻ തീറ്റ. ഓക്കെ. അടുത്തെന്താ? ടാൻ 270 പ്ലസ് തീറ്റ. ടാന് 270 പ്ലസ് തീറ്റ ഉണ്ടായാൽ മാറ്റണം. അപ്പൊ അതെന്താവും? കോട്ട് തീറ്റയാവും. അടുത്തത് നമുക്ക് സൈനാ കാണേണ്ടത്. നമ്മളെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റ് സൈൻ കൺവേർഷൻ അല്ലേ പഠിക്കുന്നത്. അടുത്ത 270 പ്ലസ് തീറ്റ അതേത് ക്വാഡ്രന്റാ? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് അകത്ത് ആകെ കോസാ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ ടാൻ എന്തുവാ? നെഗറ്റീവ്. എത്ര പേരെ ശരിയായി? ശരിയായതൊക്കെ ഡാൻസ് കളിച്ചോ.
ഇല്ല 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 ഡങ്ക് ഡക്കണല്ലേ സെറ്റല്ലേ? സെറ്റാണ്. നമ്മൾ പഠിച്ച് ഇതൊക്കെ പെട്ടെന്ന് ഒന്ന് എഴുതിയെടുത്തേ. നിങ്ങൾ ശരിക്കും ഇത് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഒരു സാധനം ഉണ്ട്, 180 പ്ലസ് തീറ്റ, 180 മൈനസ് തീറ്റ, 360 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ. അതുകൂടി നമ്മൾ പഠിക്കും. ഇതൊന്ന് എഴുതിയെടുക്കൂലേ? എഴുതിയെടുക്കും. മയക്കാട്ടോ. ഇതുപോലെ തന്നെ ഇതൊറ്റ സാധനം പഠിച്ചു കഴിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. അവിടെ ആകെ ഓർമ്മിക്കേണ്ടത് 90 പ്ലസ് തീറ്റ, 90 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ, 270 മൈനസ് തീറ്റ ആണെങ്കിൽ മാത്രമേ എന്താവും? സൈന് കോസ് ആവും, കോസ് സൈൻ ആവും, ടാന് കോട്ടും ആവും. ഓക്കെ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോട് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പഠിക്കും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ, ക്ലാസ് എടുത്ത് പോകുമ്പോൾ അവർ ടീച്ചർമാരൊക്കെ എടുത്തു പോകും. അടുത്ത് പോകുമ്പോൾ ആർക്കും എന്താവും? ഒരു കണക്ഷൻ കിട്ടത്തില്ല. കാരണം ഇത് കത്താൻ കുറച്ച് സമയം എടുക്കും. കത്തി കഴിഞ്ഞാലോ ഇത് സിമ്പിളാ. നിങ്ങൾക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും അല്ലെ, ഏത് കാലത്തും നിങ്ങൾക്ക് ഇതെന്താവും? സിമ്പിളാവും. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ എന്താ പറയുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോവാണെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാവും. നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കും അയച്ചു കൊടുക്കുക? നിങ്ങളെ ചങ്കിനും ചങ്കതികൾക്ക് എന്താക്കുക? ഇത് അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ എന്ന്. നിങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? എന്താക്കുക? ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ ക്ലാസ് പോയി ഇരുന്നിട്ട് നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നോ ആലോചിച്ച് ഇങ്ങനെ, ഇതൊക്കെ എനിക്കറിയാം, അങ്ങനെ ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇരുന്നൊക്കെ ആലോചിച്ച് നോക്ക്. അടുത്ത് നമ്മൾ പോവല്ലേ? അടുത്ത് നമ്മൾ പോവാണ്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? കഴിയും. ഓക്കെ? അടുത്തെന്തുവാ? 180 മൈനസ് തീറ്റ. ഇത് നിങ്ങൾ പഠിക്കണ്ടേ? ഇത് അതുപോലെ തന്നെ 180 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ, 360 പ്ലസ് തീറ്റ. നിങ്ങൾ പറ, 180 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാ വരിക? ഞാൻ പറഞ്ഞു, ഇതാണ് എന്ത്? 180 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത് മൊത്തം 180, 90 പ്ലസ് 90, 180. 180 മൈനസ് തീറ്റ എന്തിലാ വരുക? ഇത് 180 ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ 180 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ ഒരു തീറ്റ മൈനസ് ആണ്. അപ്പോൾ എവിടെയാ വരിക? ഇത് തീറ്റ ഇവിടുന്ന് 180 മൈനസ് ആകുമ്പോൾ ഏതാ വരിക? ആംഗിൾ ഇത്. അപ്പൊ അതായത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ ആണ്. 180 പ്ലസ് തീറ്റ, ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എന്താ? 180 പ്ലസ് തീറ്റ, ഇത്രയും കൂടി പ്ലസ് ആക്കുന്നത്. അപ്പോൾ ഏത് ക്വാഡ്രന്റിലാ വരിക? സിമ്പിൾ. നിങ്ങൾ പറയൂ, തേർഡ് ക്വാഡ്രന്റ്. അടുത്ത് ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അപ്പോഴേക്ക് പെൻ എടുക്കട്ടെ. അപ്പൊ എന്നിൽ മഷി തീർന്നു. ആലോചിച്ചോ എന്താ വരുക? പറയേ. 360 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെന്ത്? 90. ഇതാണെന്ത്? 180. 180ൻ്റെ കൂടി 90 കൂടി കൂട്ടിയാൽ എത്രയാ? 270. 270ൻ്റെ കൂടി 90 കൂടി കൂട്ടിയാൽ 360. 360 എന്ന് വെച്ചാൽ ഈ മൊത്തത്തിലുള്ള ആംഗിൾ ആണെന്ത്? 360. 360 മൈനസ് തീറ്റ. ഇത് ഫുള്ള് ഇവിടെ കൂട്ടിയിട്ട് 360 ആയി. മൈനസ് തീറ്റ. അപ്പോൾ ഏത് ആംഗിളിലാണ് വരിക? എന്താ? ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ വരിക? യെസ്. അപ്പോൾ അതെന്താ? ഫോർത്ത്. നിങ്ങൾ ആലോചിച്ച് വെച്ചത് ശരിയാണ്. എത്ര ആളെ ശരിയായി? എന്നാ ഒന്ന് ചിരിച്ചേ. പുഞ്ചിരിച്ച നേരങ്ങളിൽ ബൾബ്. അടുത്ത 360. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് മുതൽ ഇവിടുത്തോളം വരെ എന്താ? ഇത് മുതൽ ഇവിടുത്തോളം വരെ എന്തുവാ? ഇത് മുതൽ ഇത് 90, 180, 270, 360. 360 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എവിടെയാ വരിക? അതിൻ്റെ കൂടെ തീറ്റ കൂട്ടി കഴിഞ്ഞാൽ എവിടെയാ വരിക? ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഇതേതാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. നിങ്ങളിത് ഫസ്റ്റ് ആലോചിക്കുമ്പോൾ മാത്രമേ എഴുതണ്ടുള്ളൂ, പ്രയാസമുള്ളൂ. നിങ്ങൾക്ക് ഇതും പെട്ടെന്ന് പറയാൻ പറ്റിയില്ല, ഇതും പറഞ്ഞപ്പോഴും. ഓക്കെ? അടുത്ത നമ്മൾ എന്താക്കണം? നമുക്ക് എങ്ങനെയാ തരിക? നമുക്ക് ഇങ്ങനെ അല്ല തരിക. നമുക്ക് എങ്ങനെയാ തരിക? സൈൻ 180 മൈനസ് തീറ്റ കാണാനൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇത് കണ്ട് സൈൻ 180 മൈനസ് തീറ്റ ഞാൻ പറഞ്ഞു എന്ത്? 90 പ്ലസ് തീറ്റ, 90 മൈനസ് തീറ്റ, 270 മൈനസ് തീറ്റ, 270 പ്ലസ് തീറ്റ ആണെങ്കിൽ മാത്രം എന്താക്കുക? കോസിന സൈനാക്കുക, സൈനിന കോസാക്കുക, ടാനിന കോട്ടാക്കുക. മനസ്സിലായോ? ബട്ട് ഇത് മയക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണുണ്ടോ? ഞാൻ ക്ലാസ് കുറച്ച് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം. അടുത്ത 180 മൈനസ് തീറ്റ, 180 പ്ലസ് തീറ്റ, അല്ലെങ്കിൽ 360 പ്ലസ് തീറ്റ, 360 മൈനസ് തീറ്റ.
ആണെങ്കിൽ സൈന് സൈൻ തന്നെ, സൈൻ എന്താവും സൈൻ തന്നെ, കോസ് കോസ് തന്നെ, കോസ് കോസ് തന്നെ, ടാൻ ടാൻ തന്നെ. മനസ്സിലായോ? എന്നുവെച്ചാൽ അതിൽ സാധനത്തിന് മാറ്റം ഇല്ല എന്നർത്ഥം. ഇനി നമ്മൾ എന്താക്കും, ഇതിലേക്ക് പറഞ്ഞു തരാം. സൈൻ 180 മൈനസ് തീറ്റ എന്താ, സൈൻ തീറ്റ തന്നെയായിരിക്കും, സൈനിൽ മാറ്റമില്ല. ബട്ട് നമ്മൾ എന്ത് നോക്കണം, ഈ സൈൻ കൺവേർഷൻ നോക്കണം. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് 180 മൈനസ് തീറ്റ വന്ന് പെടുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ത് പോസിറ്റീവാ, സൈൻ പോസിറ്റീവാ. അപ്പൊ ഇവിടെ എന്തിടും, പോസിറ്റീവ് ഇടും. മനസ്സിലായോ? മനസ്സിലായി. അടുത്തെന്തുവാ, കോസ് 180 മൈനസ് തീറ്റ. ഞാൻ പറഞ്ഞു സൈന് കോസ് ആവും, അല്ല ഇവിടെ എന്താവും, ഒന്നും മാറൂല, അവിടെ എന്താവും, കോസ് തീറ്റ തന്നെ ആവും. ബട്ട് നമ്മൾ എന്ത് നോക്കണം, ക്വാഡ്രന്റ് നോക്കണം. 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, എസ് ഫോർ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പം കോസ് എന്താ, എന്തുവാ, നെഗറ്റീവ്. അടുത്ത എന്തുവാ, ടാന് 180 മൈനസ് തീറ്റ എന്തുവാ, ടാൻ എന്താവും, ടാൻ തന്നെ ആയിരിക്കും, കാരണം 180 മൈനസ് തീറ്റ ആയതുകൊണ്ട്. ബട്ട് ഇത് 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റിനകത്ത് എസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അതുകൊണ്ട് ടാൻ എന്താ, നെഗറ്റീവ്. അടുത്ത് നിങ്ങൾ പറയൂലേ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിക്കോ, ഒരു മിനിറ്റ് കേട്ടോ. ഇതെന്തുവാ, സൈൻ 180 പ്ലസ് തീറ്റ. സൈൻ 180 പ്ലസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റ ഫസ്റ്റ് ഇത് ക്വാഡ്രന്റിലെ വരും. 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റിനകത്ത് എന്ത് പോസിറ്റീവ്, ടാന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പം മൈനസ് സൈൻ തീറ്റ. സൈൻ 180 പ്ലസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അടുത്ത കോസ് 180 പ്ലസ് തീറ്റ. കോസ് 180 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എന്തുവാ, കോസ് തീറ്റയിൽ എന്ത് വേണം, സൈൻ നോക്കണം. 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റിൽ ടാന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അപ്പോൾ മൈനസ് കോസ് തീറ്റ. അടുത്ത ടാൻ 180 പ്ലസ് തീറ്റ എന്ത് കിട്ടും, ടാൻ 180 പ്ലസ് തീറ്റ ടാൻ തീറ്റ തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് ടാന് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് ടാൻ തീറ്റ. അടുത്ത 360 മൈനസ് തീറ്റ അല്ലേ, ഇതെങ്ങോട്ടേനു, ഓക്കെ 360 മൈനസ് തീറ്റ. സൈൻ 360 മൈനസ് തീറ്റ, 360 ആയതുകൊണ്ട് സൈൻ തന്നെ, അപ്പോൾ സൈൻ തീറ്റ ഫോർത്ത് ക്വാഡ്രന്റിൻ്റെ അകത്ത് കോസ് പോസിറ്റീവ് ആണ്. ഓക്കെ അല്ലേ, കോസ് പോസിറ്റീവ്, അപ്പോൾ എന്താവും, സൈൻ 360 മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അടുത്ത കോസ് 360 പ്ലസ് തീറ്റ, കോസ് തീറ്റ വരും. പിന്നെ ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് കോസ് പോസിറ്റീവ് ആണ്, അപ്പോൾ എന്താ, പ്ലസ് കോസ് തീറ്റ. നിങ്ങൾ എഴുതിയെടുക്കുന്നില്ലേ? അടുത്തത് ടാൻ 180 ടാൻ 360 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ ടാൻ തീറ്റ തന്നെയാവും. ബട്ട് ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അതുകൊണ്ട് എന്താ, മൈനസ് ടാൻ തീറ്റ. അടുത്തത് ഞാൻ എഴുതിത്തരാം, എൻ്റെ മഷി നടക്കട്ടെ. ഇതുവരെ എഴുതിയെടുത്തോ? നിങ്ങൾ എഴുതിയെടുത്തു. അടുത്ത സൈൻ 360 പ്ലസ് തീറ്റ എന്തുവാ, സൈൻ 360 പ്ലസ് തീറ്റ. ഞാൻ പറഞ്ഞു 360 പ്ലസ് തീറ്റ ആണെങ്കിൽ പോലും എന്താവുക, സൈന് സൈൻ തന്നെ ആവുക, അപ്പൊ എന്താവും, സൈൻ തീറ്റ തന്നെ ആവും. ബട്ട് അതിന്റെ എന്താ, സൈന് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് 360 പ്ലസ് തീറ്റ വരിക, ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്താണ്. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അകത്ത് ഓൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ്. അടുത്ത കോസ് 360 പ്ലസ് തീറ്റ, കോസ് തീറ്റ തന്നെ ആവും, ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് ഓൾ പോസിറ്റീവ്. അടുത്ത ടാൻ 360 പ്ലസ് തീറ്റ, ടാൻ തീറ്റ തന്നെയാവും, ബട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ്. ഇവിടെ വേണേൽ ഒന്നുകൂടി എഴുതിത്തരാം, ഒക്കെ എഴുതിയെടുത്തില്ലേ നിങ്ങൾ. സൈൻ 360 മൈനസ് തീറ്റ എന്തുവാ, സൈൻ തീറ്റ തന്നെയാണ്, ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് നെഗറ്റീവ്. കോസ് 360 പ്ലസ് തീറ്റ മൈനസ് തീറ്റ തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് 360 മൈനസ് തീറ്റ ആയതുകൊണ്ട് കോസ് തീറ്റ തന്നെ, ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ്. അടുത്ത ടാൻ 360 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാ, ഫോർത്ത് ക്വാഡ്രന്റിലാണ്. പിന്നെ 360 മൈനസ് തീറ്റ ആയതുകൊണ്ട് തന്നെ ടാൻ തീറ്റ തന്നെയാണ്, ഫോർത്ത് ക്വാഡ്രന്റിലായതുകൊണ്ട് ഇതെന്താ, നെഗറ്റീവ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഇതുകൂടിയും ഞാനൊന്നുകൂടി എഴുതിത്തരാം, പറഞ്ഞതല്ലേ. സൈൻ 180 പ്ലസ് തീറ്റ
വേണ്ടാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകട്ടോ. അങ്ങനല്ല, സ്കിപ്പ് അടിച്ച് മുന്നോട്ട് പോവാ. എല്ലാവരും പഠിക്കണം, കുരുത്തക്കേട് കളിക്കാണ്ട്. അപ്പൊ എന്താ നിങ്ങളെന്താക്ക ഇത് കമന്റ് ചെയ്യാട്ടോ. എന്തായാലും കമന്റ് ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ എന്താവും, അതൊരു ബൂസ്റ്റ് ആവും. എന്തായി സൈൻ 180 പ്ലസ് തീറ്റ തേർഡ് ക്വാഡ്രന്റില് ടാൻ പോസിറ്റീവ്, പിന്നെ സൈൻ എന്താണ് നെഗറ്റീവ്. അടുത്തെന്താ കോസ് 180 പ്ലസ് തീറ്റ, കോസ് തീറ്റ തന്നെയാവും. ബട്ട് എന്ത് തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് ടാൻ ആ പോസിറ്റീവ്, ബട്ട് ഇത് നെഗറ്റീവ്. അടുത്ത ടാൻ 180 പ്ലസ് തീറ്റ എന്തുവാ ടാൻ തീറ്റ 180 പ്ലസ് തീറ്റ ആയതുകൊണ്ട് ബട്ട് തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് ഇത് പോസിറ്റീവ്. ഓക്കെ, ഇതിൽ നിന്ന് പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നോട്ടൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുത്തില്ലേ, പെർഫെക്റ്റ് നോട്ട് എഴുതിയില്ലേ? ലെറ്റ്സ് ഗോ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ ക്ലാസ് കേട്ടുള്ള പ്രത്യേകത എന്തുവാ ഇതൊക്കെ മയക്കാട്ടോ. നിങ്ങൾ പഠനവും നടക്കും. ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താക്കണം, നോട്ട് എഴുതി എടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം എന്താക്കുക, നോട്ട് എഴുതി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ ആ പഠനം ഒക്കെ അതിനോട് കഴിയും. എനിക്ക് ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, തറാവും. ഓക്കെ, അടുത്ത നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇത്ര നേരം പഠിച്ചത് എന്തിനാന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് സൈൻ 120 കാണാൻ ചോദിച്ചു. സൈൻ 120 ഡിഗ്രി നിങ്ങൾക്ക് അറിയില്ല. നമ്മളിങ്ങനെ പേപ്പറിൽ എഴുതണല്ലോ എന്തുവാന്ന്. സൈൻ 120 നമുക്ക് എങ്ങനെ മാറ്റാം? സൈൻ 90 പ്ലസ് 30 ഡിഗ്രി ആണ് എന്ത്, സൈൻ 120 ആണോ? ആണ്. നമ്മൾ പഠിച്ചു സൈൻ 90 പ്ലസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ ആണെങ്കിൽ എന്താവും, 90 പ്ലസ് തീറ്റ 90 മൈനസ് തീറ്റ 270 പ്ലസ് തീറ്റ 270 മൈനസ് തീറ്റ ആണെങ്കിൽ എന്താവും, സൈന് കോസ് ആവും, കോസ് സൈനാവും, ടാന് കോട്ടാവും, അത് ഓപ്പോസിറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പൊ സൈൻ എന്താവും, കോസ് ആവും. അപ്പൊ സൈൻ എന്തായി, കോസായോ, കോസ് തീറ്റയാവും. ആൻഡ് 90 പ്ലസ് തീറ്റ എവിടെയാ വരിക, സെക്കൻഡ് ക്വാർട്ടറിലായതുകൊണ്ട് സൈൻ എന്താ, പോസിറ്റീവാണ്. അതുകൊണ്ട് പോസിറ്റീവ്. സൈൻ എന്തുവാ ശ്രദ്ധിക്കുക, ഇതല്ല ശ്രദ്ധിക്കേണ്ടത്. ഈ സൈൻ എന്തുവാ, 90 പ്ലസ് തീറ്റേൻ്റെ അകത്ത് സൈന് AS, സൈനോടെ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് കോസ് തീറ്റ. ഇനി ഇതിനെ നമ്മൾ എന്താക്കുക, ഇതിലേക്ക് മാറ്റിയേ. ഇതെന്ത് രൂപത്തിലുള്ള ഇതാ, സൈൻ 90 എന്ന് വെച്ചാൽ ഇവിടെ ഈ തീറ്റ ആണ് എന്ത്, 30 ഡിഗ്രി. അപ്പൊ ഇതെന്തുവാവും, കോസ് തീറ്റക്ക് പകരം എന്തുവാ, 30 ഡിഗ്രി. ആൻഡ് പോസിറ്റീവ് കോസ് 30 ഡിഗ്രി, പോസിറ്റീവ് കോസ് 30 ഡിഗ്രി. കോസ് 30 എത്രയാടാ, നമ്മളെ കൈ വെച്ചോ, കോസ് 30 ഇതാണ് 0 ഡിഗ്രി. കോസ് എന്ന് വെച്ചാൽ എബോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എബോ ഡിവൈഡഡ് ബൈ ബിലോ എന്ന് വെച്ചാൽ എത്രയാ റൂട്ട് ഓഫ് എബോ, റൂട്ട് 1 2 3 ആൻഡ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് 3/2 പ്ലസ് റൂട്ട് 3/2 ആണെന്ത്, സൈൻ 90 പ്ലസ് 30. മനസ്സിലായോ ഇതിങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കൂടെ? ലെറ്റ്സ് ഗോ. ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യബോധമൊക്കെ വരും. കോസ് 210 അതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? കോസ് 180 പ്ലസ് 30 ആണോ എന്ത് 210 വരിക? ആണ്. നമ്മൾ ഈ ഫോമാറ്റ് പഠിച്ചിനല്ലോ, കോസ് 180 പ്ലസ് തീറ്റ നമ്മൾ പഠിച്ചിനല്ലോ. 180 പ്ലസ് തീറ്റ ഇത് ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് സൈന് കോസ് ആവുക. ബട്ട് 180 പ്ലസ് തീറ്റ 180 മൈനസ് തീറ്റ 360 പ്ലസ് തീറ്റ 360 മൈനസ് തീറ്റ ആണെങ്കിൽ സൈൻ തന്നെ, കോസ് തന്നെ, ടാൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും, കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ ഇത് തന്നെ. ബട്ട് സൈൻ നോക്കണം, 180 പ്ലസ് തീറ്റ എവിടെയാ വരിക, തേർഡ് ക്വാർട്ടറിൻ്റെ വരിക. തേർഡ് ക്വാർട്ടറിൻ്റെ അകത്ത് ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, കോസ് പോസിറ്റീവ് അല്ല. അപ്പൊ എന്തായി, മൈനസ് കോസ് തീറ്റയായി. ഇനിയിപ്പോ ഇതിനെ മാറ്റിക്കോ, ഇതെന്താ കോസ് 180 പ്ലസ് തീറ്റക്ക് പകരം എന്താ 30, അതെന്താ കോസ് തീറ്റക്ക് പകരം എന്താ 30 ഡിഗ്രി. ബട്ട് മൈനസ് ഉണ്ട്, മൈനസ് 30 കോസ് 30 എത്രയാ, കോസ് 30 എത്രയാ നമ്മളിപ്പം പറഞ്ഞു. ഇവിടെ എന്താ കോസ് 30 എത്രയാ, ഓക്കെ കോസ് 30 എത്രയാ, റൂട്ട് 3/2 ആൻഡ് അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇതാണ് എന്ത് റിസൾട്ട്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ കുറച്ചുകൂടി മനസ്സിലായില്ലേ?
ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക് ഡാങ്ക് ഡിങ്ക്. അടുത്ത നമ്മൾ എഴുതിയെടുക്കുന്നില്ലടാ നിങ്ങള്? എന്തോടാ മഴയാത്തത്? എഴുതിയെടുക്കുന്നില്ലേ? എഴുതിയെടുത്ത് ഞാൻ മായച്ചിട്ട് പെട്ടെന്ന് വരാം. കട്ട് ചെയ്യട്ടാ. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് എന്താക്കാം, അതുകൂടി നോക്കി നോക്കാം. അടുത്ത ദിവസം നമുക്ക് എന്താക്കാം, സൈൻ ഒരു 315 കൊടുക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും? 360 കുറക്കണം 45 എത്രയാ? 315 അല്ലേ? ഓക്കെ, സൈൻ 360 മൈനസ് 45 ഡിഗ്രി. ഇതേത് ഫോമാറ്റ് ആയി? സൈൻ 360 മൈനസ് തീറ്റ എന്നുള്ളതായി. 360 ആണെങ്കിൽ സൈന് മാറുമോ? 360 മൈനസ് തീറ്റ ആണെങ്കിൽ സൈന് സൈൻ തന്നെയല്ലേ? ഓക്കെ, സൈന് സൈൻ തന്നെയാണ്. 360 മൈനസ് 40 തീറ്റ എന്ന് വെച്ചാൽ ഏത് ക്വാഡ്രന്റിലാ വരിക? ഏത് ക്വാഡ്രന്റിലാ വരിക? ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റിന്റെ അകത്ത് എന്താ? സൈന് നെഗറ്റീവ് ആണ്. സൈന് നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായി? നെഗറ്റീവ് സൈൻ തീറ്റക്ക് പകരം സൈൻ 45. സൈൻ 45 എത്രയാ? ഇതാണ് 45 എന്ന് പറഞ്ഞ ആംഗിൾ. ഫിംഗേഴ്സ് റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ 2. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ മൈനസ് സൈൻ, അല്ല സൈന് മാറി, സൈൻ്റെ വാല്യൂ ആണ് നമ്മൾ തന്നെ √2/2. ഇതിനെങ്ങനെ മാറ്റാം? 2നെ ഞാൻ പറഞ്ഞു √2 ഇൻറ്റു √2 എന്ന് എഴുതാം. അപ്പൊ ഇതെന്താവും? മൈനസ് ഓഫ് √2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2. ഇതും കട്ട് ചെയ്താൽ എന്തായി? മൈനസ് 1/√2 എന്നായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, സൈൻ 45ന്റെ വാല്യൂ സൈൻ 45ന്റെ വാല്യൂ കോസ് 45ന്റെ വാല്യൂ സെയിം ആണ്. അതെന്തുവാ? 1/√2. ഓക്കെ ആണോ? ഓക്കെ ആണ്. ബട്ട് സൈൻ 350 എന്ന് വെച്ചാൽ സൈൻ 360 മൈനസ് 45 ആണ്. അതെന്താ? മൈനസ് സൈൻ 45 ആവും. അതിന്റെ വാല്യൂ എന്താവും? മൈനസ് 1/√2 ആവും. നിങ്ങൾ പഠിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ക്ലാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബേസിക് ട്രിഗണോമെട്രി പറഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നുള്ളത് 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കുക, വൃത്തിക്ക് നോട്ട് ചെയ്താൽ പഠിക്കുക ഒന്നിച്ച് വളരുക. സോ എന്താക്കുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതൊക്കെ നിങ്ങൾ ചെയ്യുക. ബട്ട് ഞാൻ കമന്റ് ഇടാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിച്ചോന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. എന്താക്കുക, നിങ്ങൾ ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോ ഒക്കെ വരേക്കും പോയി കിടന്ന് ഉറങ്ങടാ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പോയി കിടന്ന് പഠിക്കണം. ഇതൊന്നുകൂടി ഒന്ന് ചെയ്ത് നോക്ക്. ലെറ്റ്സ് റിവൈൻഡ് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, പിന്നീടുള്ള സമയം ലാഭിക്കാം. ഓക്കെ, ഇപ്പം ഒന്ന് പഠിച്ചൊന്ന് വെച്ചേക്ക്. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. വീണ്ടും ഗുഡ് നൈറ്റ്, ടാറ്റ.